സമ്പത്തിൻ്റെ സുവിശേഷമെന്ന സാമ്പത്തിക പഠന പരമ്പര വിചിന്തനത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ വിവിധ എപ്പിസോഡുകളിലൂടെ സാമ്പത്തിക രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകാൻ ഉതകുന്ന വിധത്തിലും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ സ്വീകരിക്കാനുള്ള മനോഭാവത്തിനും അതിനെ വളർത്താനുള്ള വിവിധ പടവുകളുമൊക്കെയാണ് നമ്മൾ ഓരോ എപ്പിസോഡുകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം തോന്നും പലരും ഇതൊക്കെ വളരെ കാര്യമായിട്ട് എടുക്കുന്നതും. ചിലർ പറയും നോട്ട്ബുക്കും പേനയും എടുത്തു വെച്ചൊക്കെ ഞങ്ങൾ ചില എപ്പിസോഡുകളൊക്കെ വായിക്കുന്നതും പഠിക്കുന്നതുമൊക്കെ ചില സംശയങ്ങൾ ഞങ്ങൾ കുറിച്ച് വയ്ക്കും, ടീച്ചറിനോട് ചോദിക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. അങ്ങനെ ചോദിച്ചപ്പോൾ ഒരു വ്യക്തി ചോദിച്ച ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കം. സാമ്പത്തികമായി വളരെ ഉയർന്ന ഒത്തിരി പേരെ നമ്മൾ ചുറ്റുപാടും കാണുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് വളരണമെന്ന ആഗ്രഹവുമുണ്ട്, പക്ഷേ എങ്ങും എത്തുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? പലത് ചെയ്തു നോക്കി. ഒരാൾ പറയുന്നു മാർക്കറ്റിംഗ് ചെയ്തു നോക്കി, ഡിസ്ട്രിബ്യൂഷൻ, മറ്റ് പല മേഖലകൾ ചെയ്തു നോക്കി, പക്ഷേ എങ്ങും നമ്മുടെ നാടൻ ഭാഷ ക്ലച്ച് പിടിക്കുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറയും. പലപ്പോഴും സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന വ്യക്തികളെ നമ്മൾ അടുത്ത് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പലരും എളിയ നിലയിൽ നിന്ന് വലുതായി വന്നവരാണ്. സാമ്പത്തിക ചരിത്രം എന്നുള്ള വാക്ക് തന്നെ വളരെ അത്ഭുതകരമായ വാക്കാണ്. കാരണം സാമ്പത്തികം, എക്കണോമിക്സും ഹിസ്റ്ററിയും, സാമ്പത്തിക ചരിത്രം, എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയും. ഇക്കണോമിക് ഹിസ്റ്ററി പഠിക്കുന്നത് നല്ലതാണ്. രാഷ്ട്രങ്ങളുടെ, കുടുംബങ്ങളുടെ, വ്യക്തികളുടെ, ചില സംവിധാനങ്ങളുടെ, ചില സംഘടനകളുടെയൊക്കെ ഇക്കണോമിക് ഹിസ്റ്ററി പഠിച്ചു പോകുക എന്ന് പറയുന്നത് വളരെ രസകരമാണ്. ഒരിക്കലും ഒരു വ്യക്തി എന്നോട് എഴുതി, ടീച്ചറിൻ്റെ എപ്പിസോഡുകൾ കൂടി വന്നിട്ട് എനിക്ക് എക്കണോമിക്സിനോട് ചെറിയ ഇഷ്ടം വരുന്നുണ്ടോ എന്നൊരു സംശയം, ഇക്കണോമിക്സ് ഒന്നെടുത്ത് പഠിച്ചാലോ എന്ന് ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞു. ഈ സാമ്പത്തികം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള പറയുന്ന വിഷയം മനുഷ്യനുമായിട്ട് അവൻ്റെ വ്യക്തിബന്ധങ്ങളുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ വളരെ രസകരമാണ്, വ്യക്തികളുടെ സാമ്പത്തിക ചരിത്രം. അങ്ങനെ ഞാൻ ഇക്കണോമിക് ഹിസ്റ്ററി പഠിച്ചൊരു മനുഷ്യനെ ഞാൻ ഈ എപ്പിസോഡിൽ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അഖിൽ എന്നാണ്. ഞാൻ ഈ അഖിലിനെ പരിചയപ്പെടുമ്പോൾ, അഖിൽ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ഇൻറ്റീരിയർ ഡിസൈൻ സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിന് വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഓഫീസുകളും ഏജൻറ്റുമാരും ഒക്കെയുണ്ട്. ഇൻറ്റീരിയർ ഡിസൈൻ വിവിധ ഓഫീസുകൾക്ക്, അല്ലെങ്കിൽ വീടുകൾക്ക്, മറ്റ് ചില പാർക്ക് പോലുള്ള അല്ലെങ്കിൽ പാർട്ടി ഹാള് പോലുള്ള സംവിധാനങ്ങൾക്കൊക്കെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാൻ തക്ക വിധം ഒരു 3000-ലധികം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. 3000-ലധികം പേർക്ക് അവരുടെ കുടുംബങ്ങൾക്കൊക്കെ തൊഴിൽ മേഖല തുറന്നു കൊടുക്കാനൊക്കെ അഖിലിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അഖിലിൻ്റെ ജീവിതത്തെ ഞാൻ അടുത്തറിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത്, അഖിൽ എന്നോട് പറയുകയാണ്, ടീച്ചറെ, ഞാൻ എൻ്റെ നാട്ടിലെ കടകളിൽ ഈ അവർക്കാവശ്യമായിട്ടുള്ള ലൈറ്റ്, ഫാൻ തുടങ്ങിയവ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് കൊടുക്കുന്നൊരു തൊഴിലുമായിട്ടാണ് ആരംഭിച്ചത്. ഫാനോ ലൈറ്റോ ഒക്കെ കടക്കാർക്ക് കൊടുക്കും. അന്ന് അദ്ദേഹം പറയുന്നത്, എന്നിട്ട് എല്ലാ ദിവസവും ഞാൻ സൈക്കിൾ ചവിട്ടിപ്പോയി കടകളിൽ നിന്ന് കളക്ഷൻ, അതായത് 2 മാസം കൊണ്ട് ഈ ഒരു ഫാനിൻ്റെയോ അല്ലെങ്കിൽ ഈ ലൈറ്റിൻ്റെയോ ഒക്കെ വില കിട്ടത്തക്ക വിധത്തിൽ ഡെയിലി കളക്ഷനായിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. പക്ഷേ സൈക്കിൾ ചവിട്ടി ഞാനിങ്ങനെ ഓരോ കടയിൽ ചെന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവരുമായിട്ട് കുറേ നേരം വർത്തമാനം പറയും. ആ കടയുടെ മുതലാളിയുമായിട്ട് അവരുടെ സാമ്പത്തിക വിഷമങ്ങൾ, അവരുടെ പ്ലാനുകളൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കടയിലെ ഫർണിച്ചറുകളുടെയൊക്കെ കാര്യങ്ങളൊക്കെ, റിപ്പയറൊക്കെ അവരെന്നോട് ചോദിക്കും, ഇതൊന്ന് റിപ്പയർ ചെയ്ത് തരാം. അങ്ങനെ അവരുടെ മേശയും കസേരയൊക്കെ ചെറുതായിട്ടൊക്കെ ഞാൻ റിപ്പയർ ചെയ്യത്തക്ക വിധത്തിൽ ഒരാളുടെ സഹായത്തോടുകൂടി ചെയ്തു. പലപ്പോഴും ചില കടകൾക്കൊക്കെ, ചില ഓഫീസുകൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തപ്പോഴാണ് എനിക്ക് എന്നിൽ തന്നെ നല്ലൊരു ഡിസൈനറുണ്ട്, ഒരു ശില്പിയുണ്ട്, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തുന്നു. കാരണം അവർക്കാവശ്യമായ വിഭവങ്ങൾ അതിൻ്റെ ഷേപ്പിലും കെട്ടിലും മട്ടിലൊക്കെ അതനുസരിച്ച് സപ്ലൈ ചെയ്യാൻ തക്ക വിധത്തിൽ. പിന്നെ ഞാൻ ചെയ്തതൊരു കാർപ്പൻട്രി വർക്ക്ഷോപ്പ് തുടങ്ങുകയാണ് ചെയ്തത്. ഒരു കാർപ്പൻട്രി വർക്ക്ഷോപ്പ്, എനിക്ക് കാർപ്പൻട്രി വർക്കൊന്നും അറിയത്തില്ല, പക്ഷേ എനിക്ക് ഐഡിയാസുണ്ട്. എനിക്ക് അതിൻ്റെ എങ്ങനെ ഒരു സാധനം വേണം, ഒരു ഓഫീസ് മുറിയുടെ ഷേപ്പ് അനുസരിച്ച്, നീളത്തിനനുസരിച്ച്, വീതിക്കനുസരിച്ച് അവിടെ ഏത് രീതിയിലുള്ള ഫർണിച്ചറാണ് വെക്കേണ്ടത്, ഇങ്ങനത്തെ കുറേ ചിന്തകളൊക്കെ എനിക്ക്, പ്രത്യേകിച്ച് അതിൻ്റെ ഡിസൈനിങ് ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു തുടങ്ങി. അപ്പം ഞാൻ കാർപ്പൻട്രി ഷോപ്പിൽ ആൾക്കാരെ വെച്ചുകൊണ്ട്, ആദ്യം ഒരാളെ വെച്ച്, പിന്നെ അത് 2, 3 ഇങ്ങനെ വെച്ചുകൊണ്ട് ഇത് കൊടുക്കാൻ തുടങ്ങി. പതുക്കെ ഇൻസ്റ്റാൾമെൻറ്റ് മാറ്റിക്കൊണ്ട് മൊത്തത്തിലുള്ള പൈസ തരുന്ന വിധത്തിൽ ആൾക്കാർ വന്ന് എന്നോട് മേടിക്കാൻ തുടങ്ങി.
കൂടുതലും എൻ്റെ സെയിൽസ് നടന്ന എൻ്റെ വ്യക്തിബന്ധങ്ങളിലൂടെയാണ്. ഈ കടകളിൽ പോയി ഞാൻ ഒത്തിരി സമയം ചിലവഴിക്കുമ്പോൾ അവരുമായിട്ട് വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡിങ്ങാണ് ഞാൻ ചെയ്തത്. ആ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിലൂടെ അവർക്ക് എന്നെ ആശ്രയിക്കാമെന്നും എനിക്ക് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാമെന്നും ബോധ്യമുണ്ടായി. അങ്ങനെ പതുക്കെ ഞാൻ ഫർണിച്ചർ ഷോപ്പ് ചെറുതായിട്ട് ആരംഭിച്ചു. ഈ ഫർണിച്ചർ ഷോപ്പ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ വൻകിട കമ്പനികൾ അവരുടെ ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ തുടങ്ങിയവയൊക്കെ വിൽക്കാനുള്ള ഒരു ഔട്ട്ലെറ്റായിട്ട് അവരെൻ്റെ ഈ ഷോപ്പിനെ ഉപയോഗിക്കാൻ തുടങ്ങി. ഞാനധികം പൈസ മുടക്കാതെ തന്നെ അവർ കൊണ്ടുവന്ന് സാധനങ്ങൾ ഇടുകയും വിറ്റ് തീരുന്നതനുസരിച്ച് ഞാൻ പൈസ കൊടുക്കുകയും ചെയ്യുന്നൊരു സംവിധാനത്തിലേക്ക് മാറി. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് പല സാധനങ്ങളും ഉദ്ദേശിച്ച വിലയിൽ, ഉദ്ദേശിച്ച രീതിയിൽ, ഉദ്ദേശിച്ച സമയത്ത് വിറ്റ് പോയത് കൊണ്ട് ഓണേഴ്സിന്, അതായത് ഈ ഫ്രിഡ്ജ്, TV ഒക്കെ തുടങ്ങുന്ന കമ്പനി ഓണേഴ്സിന് എന്നിൽ വിശ്വാസം അർപ്പിക്കുകയും അവർ വൻതോതിൽ സാധനങ്ങൾ എനിക്ക് കടമായി തരികയും ഞാൻ പറ്റുന്നത് പോലെ കൃത്യസമയങ്ങളിൽ തിരിച്ചടവ് നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വലിയൊരു ഹോം അപ്ലയൻസസ് ഷോപ്പിൻ്റെ ഉടമയായി മാറി. ഇതിനിടയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവരെ ഞാൻ മറ്റു പല സ്ഥലങ്ങളിലേക്കും വിടാൻ തുടങ്ങി. അവിടെ ചെന്നിട്ടുള്ള അങ്ങനെയാണ് പതുക്കെ ഇൻറ്റീരിയർ ഡിസൈൻ എന്നുള്ള സംഭവത്തിലേക്ക് ഞാൻ കിടക്കുന്നത്. ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ് എവിടെയെങ്കിലും പോയി ഡിഗ്രിയോ ഡിപ്ലോമയോ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിലെ ഐഡിയാസ്, പ്ലാനിങ് ഇതൊക്കെയാണ്. പിന്നെ ആൾക്കാരിൽ എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നു. എനിക്ക് കൃത്യസമയത്ത്, ദ പ്രോംപ്റ്റ് സർവീസ് എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത്, കൃത്യസമയത്ത് ടൈമിൽ സപ്ലൈ ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പലരും വിദേശത്തുള്ളവരൊക്കെ എന്നെ വിളിക്കാൻ തുടങ്ങി. അവരുടെ വീട്, അവരുടെ ഫ്ലാറ്റ് എങ്ങനെയൊക്കെ ചെയ്തു തരാമോ? ഇങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഈ രംഗത്ത് ഇങ്ങനെ വളർന്നത്. എൻ്റെ കടയിലെ പ്രോഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത വിലക്കുറവും ഗുണമേന്മയുമാണ്. വിലക്കുറവും ഗുണമേന്മയും കണ്ടതുകൊണ്ടാണ് ആവശ്യക്കാർ കൂടിയത്. ഇന്ന് ധാരാളം കരകൗശലക്കാർ, പണിക്കാർ എൻ്റെ കൂടെയുണ്ട്. വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറുള്ള ഒരു വലിയ വ്യവസായ സംരംഭത്തിൻ്റെ ഉടമയാണ് ഞാൻ. സൈക്കിളിൽ നടന്ന വ്യക്തി ഇന്ന് ഫ്ലൈറ്റിൽ നടന്ന് ലോകം മുഴുവൻ നടന്ന് ബിസിനസ് ചെയ്യുന്നു. ബിസിനസ്സിൽ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ടേക്ക് ഓഫ്. നമ്മുടെ എപ്പിസോഡ് ഒരു ടേക്ക് ഓഫിന് സമയമായി എന്നതിലേക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. എന്നും ഒരുപോലെ ജീവിച്ചാൽ പോരാ, ജീവിതത്തിനൊരു ടേക്ക് ഓഫ് ഉണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ടേക്ക് ഓഫ് തിയറം സിദ്ധാന്തം അവതരിപ്പിച്ചത് W. റോസ്റ്റോ, മുഴുവൻ ഫോം പറയുകയാണെങ്കിൽ വാൾട്ട് വൈറ്റ്മാൻ റോസ്റ്റോ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഇത് അവതരിപ്പിച്ചത് വിമാനം പറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിമാനം പറക്കുന്നത് കൊച്ചുകുട്ടികൾ കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ട്, അല്ലേ? ഇതിങ്ങനെ പറന്നുയരുന്നത്. കുറച്ചുകൂടി പ്രായമായി കഴിയുമ്പോൾ നമ്മളിൽ യുക്തിയും ബുദ്ധിയൊക്കെ വളരുമ്പോൾ നമ്മളിത് പറക്കുന്നതിൻ്റെ തിയറി പഠിക്കാൻ തുടങ്ങി. എങ്ങനെയാണിത് പറക്കുന്നത്? അങ്ങനെ റോസ്റ്റോ ആ തിയറിയെ, വിമാനം പറപ്പിക്കൽ തിയറിയെ സാമ്പത്തിക വികസനവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു. അദ്ദേഹം 5 സ്റ്റേജായിട്ടാണ് അതിനെ അവതരിപ്പിച്ചത്. ആദ്യത്തെ സ്റ്റേജിൽ അദ്ദേഹം പറയുന്നത് പരമ്പരാഗതമായ തൊഴിലിൻ്റെ തലമാണ്. പണ്ട് തുടങ്ങി കാരണവന്മാർ ചെയ്തുകൊണ്ടിരുന്ന പണി, അല്ലെങ്കിൽ പണ്ട് തുടങ്ങി ചെയ്തുകൊണ്ടിരുന്നൊരു രീതി, മെത്തഡോളജി ഓഫ് പ്രൊഡക്ഷൻ. ഒന്നുകിൽ കാർഷിക മേഖലയായിരിക്കാം, അല്ലെങ്കിൽ ചെറുകിട വ്യവസായത്തിൻ്റെ മേഖലയായിരിക്കാം. ഇങ്ങനൊരു ട്രഡീഷണൽ സെറ്റപ്പാണ് അദ്ദേഹം പറയുന്ന പരമ്പരാഗത രീതി. രണ്ടാമത്തത് അദ്ദേഹം പറയുന്നത് തലത്തിലത് ഒരു കുതിപ്പിനാവശ്യമായ സജ്ജീകരണങ്ങളാണ്. ഇക്കണോമിക്സിലാണ് ഇങ്ങനെ പറയുന്നത്, എ പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്. അതായത് എന്നും നമ്മുടെ വ്യവസായ സംരംഭം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇതേപോലെ ഇരുന്നാൽ മതിയോ? എന്നും നമ്മൾ ഈ ജോലി തന്നെ ചെയ്താൽ മതിയോ? എന്നും ഈ വീട് മതിയോ? ഈ ജീവിത രീതി മതിയോ? ഇവിടെ ഒരു ടേക്ക് ഓഫ് ആവശ്യമുണ്ട്, ഒരു ടേൺ ആവശ്യമുണ്ടെന്ന് ഞാൻ പറയും. ഒരു ടേൺ, ഒന്ന് തിരിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള പ്രീ കണ്ടീഷൻ. വിമാനം എങ്ങനെ ഈ പ്രീ കണ്ടീഷൻസ് ഒരുക്കണമെന്നറിയാൻ നമുക്കറിയാമല്ലോ. ട്രാക്കിലൂടെ നിങ്ങൾ എയർപോർട്ടിൽ പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവരോ ആരെയെങ്കിലുമൊക്കെ സന്ദർശിക്കാനോ സ്വീകരിക്കാനോ അയക്കാനോ ഒക്കെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, വിമാനം ഒരു ട്രാക്കിൽ കൂടി കുറച്ച് നേരം കിടന്നുകൊണ്ട് ഇങ്ങനെ ഓടും. റോട്ടിൽ കൂടി തന്നെ ട്രാക്ക്, അതിനെ സജ്ജീകരിച്ചിട്ടുള്ള നിശ്ചിതമായി അനുവദിച്ചിട്ടുള്ള ട്രാക്കിൽ കൂടി അതിങ്ങനെ ഓടും. ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓടുന്ന സമയത്ത് അതിനാവശ്യമായ ഇന്ധനവും ഫ്യൂവലും എല്ലാം അങ്ങ് അത് നിറച്ചിട്ട് കൃത്യമായിട്ടൊരു സ്പീഡിന് വേണ്ടിയുള്ളൊരു പോക്കാണ്. ഇതാണ് റോസ്റ്റോ പറഞ്ഞ പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്.
മൂന്നാമത്തെ സ്റ്റേജ് ആണ് അദ്ദേഹം യഥാർത്ഥ കുതിച്ചുയരായിട്ട് വന്നത്, ടേക്ക് ഓഫ് എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തതിലൊരു മുന്നൊരുക്കമാണ്. ഇപ്പോൾ ഏതൊരു വ്യവസായ സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു മുന്നൊരുക്കം ആവശ്യമുണ്ട്. ഈ മുന്നൊരുക്കം ചിലപ്പോൾ നമ്മുടെ കഴിവുകളെക്കുറിച്ചുള്ള പഠനമായിരിക്കാം, ജനങ്ങളുടെ ആവശ്യത്തെക്കുറിച്ചുള്ള പഠനമായിരിക്കാം, ആ നാട്ടിലെ സുലഭമായി കിട്ടേണ്ടതോ അല്ലെങ്കിൽ ദുർലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്നതായ വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമായിരിക്കാം. എന്തുമാകട്ടെ, അതൊരു മുന്നൊരുക്കമാണ്. മുന്നൊരുക്കത്തിന് ശേഷമാണ് ടേക്ക് ഓഫ്. അപ്പോൾ വിമാനം ഇങ്ങനെ വിമാനത്തിന് ആവശ്യമായിട്ടുള്ള എനർജി ശേഖരിച്ച് കഴിയുന്ന ഒരു നിമിഷത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയത്തില്ല, പെട്ടെന്ന് ശബ്ദം ഉയർന്ന് അതങ്ങ് കുതിച്ചുയരുന്ന കാണാൻ പറ്റും. ഇത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് മാത്രമല്ല, എല്ലാവർക്കും കൗതുകകരമായ ഒരു കാഴ്ചയാണ് അല്ലേ. ഇങ്ങനെ വിമാനം അങ്ങനെ ഉയർന്ന് യഥാർത്ഥത്തിൽ കുതിച്ചുയരില്ല, അതിനെയാണ് അദ്ദേഹം ടേക്ക് ഓഫ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഒരു നാലാമത്തെ സ്റ്റേജ് ഉണ്ട്. ഈ ടേക്ക് ഓഫിൽ ഹൈറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു സ്റ്റേജ് ഉണ്ട്, ആ സ്റ്റേജാണ് യഥാർത്ഥത്തിലുള്ള വളർച്ച. അത് സ്ഥിരവും സുദൃഢവുമായ ഒരു ട്രാക്കാണ്. വിമാനം നല്ല നേരെയാകുന്നു, വിമാനത്തിനകത്തിരിക്കുന്നവരോടൊക്കെ ബെൽറ്റും മറ്റ് കാര്യങ്ങളൊക്കെ എന്താ പറയുക സുരക്ഷത്തിന് ഉപയോഗിക്കുന്നതെല്ലാം മാറ്റിക്കോളാൻ പറയുന്നു. പിന്നെ ശാന്തമായിട്ട് നമ്മളങ്ങ് പോവുകയാണ്. ഏതൊരു ബിസിനസ് സംരംഭവും ടേക്ക് ഓഫിന് കഴിഞ്ഞ് പിന്നെ ഒരു സ്റ്റേജുണ്ട്, അതിങ്ങനെ ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ട് പൊക്കോളും. നമ്മൾ ആ സ്റ്റേജിലെത്തിയ ബിസിനസ്സുകാരനോട് നമ്മൾ ചോദിക്കുകയാണ്, അദ്ദേഹം പറയും, കാര്യങ്ങളെങ്ങനെ പോകുന്നു, തമാശന് പറയും ചൽത്താഹെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നു, വരവുണ്ട്, ചിലവുണ്ട്, ഉൽപ്പന്നങ്ങളുണ്ട്, പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ഉൽപ്പാദനം നടക്കുന്നുണ്ട്, വിതരണമുണ്ട്, വിപണിയിലും മാർക്കറ്റിലും ഞാൻ ഒക്കെയാണ്, ശാന്തമായി ഒഴുകുന്നൊരു പുഴ പോലെ അതങ്ങോട്ട് പോകുന്നു. അഞ്ചാമത്തെ സ്റ്റേജിലാണ് അത് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോടെ എത്തിക്കുന്നു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥായിയായതും നിലനിൽക്കുന്നതുമായ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ വിമാനം ചെന്നിറങ്ങി ആൾക്കാരത് ആസ്വദിച്ച് പുറത്തിറങ്ങിപ്പോയി. അപ്പോൾ ഒരു ഉൽപ്പന്നത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ തലത്തിലേക്ക് അത് എത്തുന്നതും അനേകരത് ഉപയോഗിക്കുന്നതുമായ തലമാണ് ഇത്. അതായത് ഒന്നൊരു അഗ്രേറിയൻ സൊസൈറ്റിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, 2 പ്രീ കണ്ടീഷൻസ് ഓഫ് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞത്, 3 ടേക്ക് ഓഫാണ്, നാലാമത്തത് യഥാർത്ഥത്തിലുള്ള വളർച്ച അല്ലെ, ആക്ച്വൽ ഗ്രോത്താണ്. ലാസ്റ്റിനെ റോസ്റ്റർ വിളിച്ച വാക്ക് ദ ഹൈ മാസ് കൺസംഷൻ ആണ്. അതായത് ഒത്തിരി ആളുകളിലേക്ക് ഇതിൻ്റെ ഉപഭോഗം അല്ലെങ്കിൽ ഉപയോഗം എത്തിച്ചേരുന്നു, ദ സ്റ്റേജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ. അപ്പം നമ്മളൊരു ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാവരിലേക്കും എത്തിച്ചേരുന്ന അവസ്ഥയാണ്. ഈ ഒരു യൂ ടേണിനെയാണ് ടേക്ക് ഓഫിന് സമയമായെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തിലും, അതാണ് നമ്മുടെ പോയിൻ്റ്, നമ്മുടെ ജീവിതത്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തിലും ഇങ്ങനെ എഴുതാൻ അധ്യായങ്ങൾ വേണം. അത് എന്നും എൻ്റെ 15-ാമത്തെ വയസ്സിൽ ഞാൻ എങ്ങനെയാണോ എങ്ങനത്തെ സാമ്പത്തികത്തിലാണോ ഞാൻ ജീവിച്ചത്, അതുതന്നെയാണ് എൻ്റെ 30-ാമത്തെ വയസ്സിലും, അതുതന്നെയാണ് എൻ്റെ 45-ാമത്തെ വയസ്സിലും, അതുതന്നെയാണ് എൻ്റെ 60-ാമത്തെ വയസ്സിലും എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ടേക്ക് ഓഫ്. ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായിട്ടില്ല, ഒരു യൂ ടേൺ ഉണ്ടായിട്ടില്ല, എന്നും ഇങ്ങനെ പോകണം. അങ്ങനെയല്ല, നമ്മുടെ സാമ്പത്തിക ചരിത്രത്തിൽ വളർച്ചയുടെ തലങ്ങൾ വേണം. തളർച്ചയും ഉണ്ടാകാം. പരാജയങ്ങൾ വിജയത്തെക്കാളും നല്ല അധ്യാപകനാണ് കേട്ടോ. പരാജയങ്ങളാണ് കുറച്ചുകൂടി മികച്ച അധ്യാപകൻ. കാരണം പരാജയത്തിൽ നിന്നാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. ചില വ്യക്തികളിൽ നിന്ന് പഠിക്കുന്നു, ചില അവസ്ഥകളിൽ നിന്ന് പഠിക്കുന്നു അല്ലേ. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, സം പീപ്പിൾ കം ടു അവർ ലൈഫ് ആസ് എ ബ്ലെസ്സിങ്, സം പീപ്പിൾ കം ടു അവർ ലൈഫ് ആസ് എ ബ്ലെസ്സിങ്, സം പീപ്പിൾ കം ടു അവർ ലൈഫ് ആസ് എ ലെസൺ. ചിലർ അനുഗ്രഹമായിട്ട് കടന്നു വരും, ചിലത് ഒരു പാഠപുസ്തകമായിട്ടൊരു പാഠമായിട്ട് കടന്നു വരും. നമുക്കറിയാമല്ലേ, ജീവിതത്തിൽ 2 അനുഭവം ഉണ്ടല്ലോ, പോസിറ്റീവും നെഗറ്റീവും, വിജയവും പരാജയവും അല്ലേ. രണ്ടിൽ നിന്നും നമ്മൾ പഠിക്കുകയാണ്. ഏതൊരു വീഴ്ചയിൽ നിന്നും എന്തെങ്കിലും പെറുക്കിയെടുക്കുക എന്നൊക്കെ പറയും, എന്തെങ്കിലും നമുക്ക് പെറുക്കിയെടുക്കാനുണ്ടാകണം. അപ്പോൾ പരാജയം ഉണ്ടാകണം. എല്ലാവരുടെ ജീവിതത്തിൽ എന്നും ടേക്ക് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ചിലപ്പോൾ ടേക്ക് ഓഫിലേക്ക് എത്താൻ ചിലർക്ക് കുറേ സമയം എടുത്തെന്നിരിക്കും, 5-ാമത്തെ സ്റ്റേജിലേക്ക് എത്താൻ ചിലപ്പോൾ ഒരാഴ്ച മുഴുവൻ എത്തിയെന്നൊക്കെ ഇരിക്കും. പക്ഷേ ചിലർക്കിത് പെട്ടെന്നാണ്. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നോട് പറയുകയായിരുന്നു, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറയുകയായിരുന്നു, ചിലർക്ക് 3 വർഷം കൊണ്ട് രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ആകാൻ പറ്റും, ചിലർക്ക് 30 വർഷം വേണ്ടി വരും എന്തെങ്കിലും ആകാൻ, ചിലപ്പോൾ ആർക്കും ഒന്നും ആയില്ലെന്നും ഇരിക്കും. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥകളാണ്. അപ്പം ഞാൻ ചുമ്മാ ചോദിക്കുമായിരുന്നു, എങ്ങനെയുണ്ട് ഈ വർഷം ഇലക്ഷനൊക്കെ നിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ പറയാൻ പാടില്ല. ഇപ്പം നിൽക്കാൻ പറ്റും നിൽക്കും, ഇല്ലെങ്കിൽ പിന്നെ ആയിരിക്കാം. അത് പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ എന്നോട് ചിലർക്ക് 3 വർഷം കൊണ്ടായിരിക്കാം, ചിലർക്ക് 30 വർഷം കൊണ്ടായിരിക്കാം, എങ്ങനെയെങ്കിലും ആകട്ടെ, ഏതിനും ഞാൻ തയ്യാറാണെന്നുള്ള മറ്റുള്ള വ്യക്തി എന്നോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഏതൊരു സംരംഭത്തിൻ്റെയും
ഒരു എൻ്റർപ്രൈസിൻ്റെ പിന്നിൽ, അതിൻ്റെ ഉത്ഭവത്തിൽ, അതിൻ്റെ വളർച്ചയിൽ, അതിൻ്റെ നിലനിൽപ്പിൽ ഇതുപോലെ കൃത്യമായ നിയതമായ ഘടകങ്ങളുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഉയർന്നവരെ നമ്മൾ നോക്കിയിട്ട് വെറുതെ അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അവരോട് അടുത്തറിഞ്ഞ് അവരോട് സംസാരിച്ചാൽ അറിയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വലിയ സാമ്പത്തിക മുതലാളി എന്നോട് പറയുകയായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എത്ര മണിക്കാണ് സാറിൻ്റെ പണി തുടങ്ങുന്നതെന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം പറയാം, ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം പ്രാർത്ഥിക്കും, ഒരു 7 മണിക്ക് ഞാൻ പണി തുടങ്ങും. രാത്രിയിൽ ഒരു 11:30-12 വരെ ഞാൻ പണിയെടുക്കും. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പണി എൻ്റെ ഫോണിലായിരിക്കാം, ചിലപ്പോൾ ഞാൻ ലാപ്ടോപ്പിലായിരിക്കാം, ഇപ്പോൾ ആരോടെങ്കിലും സംസാരിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ എവിടെയെങ്കിലും മാർക്കറ്റിൻ്റെ കാര്യം അന്വേഷിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യം തിരക്കണമായിരിക്കാം, ചിലപ്പോൾ HR മാനേജ്മെൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ പ്രോഡക്റ്റ് ഡിസൈനിങ് ആയിരിക്കാം. എപ്പോഴും പ്രവർത്തന നിരതനാണ്. അപ്പോൾ ഞാനിങ്ങനെ പണിയെടുക്കണ കാണുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ വർക്കേഴ്സ് തൊഴിലാളികളും അതുപോലെ പണിയെടുക്കുന്നു. അപ്പോൾ അങ്ങനെ പണിയെടുത്തതിൻ്റെ ഫ്രൂട്ടാണ് അദ്ദേഹം തൻ്റെ വ്യവസായത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് എന്നോട് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഏതൊരു വ്യവസായ സംരംഭവും ഇവർ പെട്ടെന്നുണ്ടായ സ്വർണ്ണം തളികയല്ല അവർ നേടിയെടുത്തത്, ആർജിച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഉത്ഭവത്തിൽ, അതിൻ്റെ വളർച്ചയിലൊക്കെ നിയതമായ ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഒരു സംരംഭം തുടങ്ങുന്നത് മുതൽ അതിൻ്റെ വ്യാപകമാകുന്നത് വരെ, ദ സ്റ്റേജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ, 5ാമത്തെ സ്റ്റേജ്, വ്യാപകമാകുന്നത് വരെയുള്ള കയ്യൊപ്പ് ഒരു വ്യക്തിയുടെ ഉണ്ടാകും. കാരണം പരാജയങ്ങളിലും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് അതിൻ്റെ ഓണറാണ്. ലീഡർഷിപ്പിനെക്കുറിച്ചുള്ള നല്ലൊരു ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എ ലീഡർ ഈസ് വൺ ഹൂ ടേക്സ് ദ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി. നല്ലൊരു നേതാവ് ആത്യന്തികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. നല്ലൊരു കുടുംബനാഥൻ തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയുടെ നേതൃത്വം സ്വയം ഏറ്റെടുക്കും. അവർ കാരണം, എൻ്റെ അച്ഛനും അമ്മയും കാരണം, എൻ്റെ അമ്മാവും കാരണം, എൻ്റെ അമ്മായി കാരണമെന്നൊന്നും അല്ല പറയുന്നത്, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു ബിസിനസ് സംരംഭം. ഈ ബിസിനസ് സംരംഭത്തിൻ്റെ ആ സ്റ്റേജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ വരെയുള്ള സ്ഥലം ഞാനങ്ങനെ ഏറ്റെടുക്കുകയാണ്. എളിയതായി തുടങ്ങി വലുതാകുന്നതാണ് തിരിച്ച് സംഭവിക്കുന്നതിനേക്കാളും നല്ലത്. എനിക്ക് ചിലരേക്ക് ഒരു സോപ്പ് കമ്പനി തുടങ്ങിയ ഒരു വ്യക്തി ആദ്യം തന്നെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി അയാൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു, റോ മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് കമ്പനി ഉണ്ടാക്കി, വലിയ ഫാക്ടറി ഉണ്ടാക്കി, സോപ്പ് ഉണ്ടാക്കാനുള്ള വലിയ വലിയ യൂണിറ്റുകൾ ഉണ്ടാക്കി. ഒരു 3 വർഷത്തിനകം ആ സോപ്പ് ഫാക്ടറി അടച്ചു പൂട്ടി. മുടക്കിയ കാശ് മുഴുവൻ നഷ്ടത്തിലായി. മാർക്കറ്റിലേക്ക് എറിഞ്ഞ സോപ്പുകളുടെ ഒന്നും പൈസ തിരിച്ചു വരാതായി. വലിയൊരു ട്രാജഡിയിൽ ആ കമ്പനി പൂട്ടി. എന്നിട്ട് ആ വ്യക്തിയോട് അവരുടെ സാമ്പത്തിക ചരിത്രം എന്നോടിരുന്നുണ്ടെങ്കിൽ പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ അഖിലുമായിട്ടും ഇത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കേണ്ടത്, അദ്ദേഹം വലുതായി തുടങ്ങി ദയനീയമായി പൂട്ടിപ്പോയി എന്ന് വെച്ചുകൊണ്ട് ചില പ്രസ്ഥാനങ്ങൾ വലുതായി തുടങ്ങുന്നത് നല്ലതാണ്. തുടങ്ങുമ്പോൾ നന്നായിട്ടും വലുതായിട്ടും തുടങ്ങുന്നത് നല്ലതാണ്. ഡിപ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഉൽപ്പന്നമോ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് രീതിയിലാണെന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് വളരെ നഷ്ടത്തിലായ, അല്ലെങ്കിൽ കോടികളുടെ നഷ്ടത്തിലായ ഒരു ഫാക്ടറിയിൽ പോയി പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഒരു വൻകിട ബിസിനസ്സുകാരൻ വലിയ തകർച്ചയിലേക്ക് താഴ്ന്നുപോയി. അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഒരു എക്സ്പോർട്ട് ഓർഡറിൽ വന്ന തകരാറാണ്. എക്സ്പോർട്ട് ഓർഡറിൽ വന്ന തകരാറ് മൂലം അദ്ദേഹത്തിന് ഉൽപ്പന്നം എവിടെയോ കെട്ടിക്കിടന്നു പോയി. അതോടുകൂടി തകർച്ചയായി. ഉയർന്ന രീതിയിൽ നിന്ന മനുഷ്യൻ പെട്ടെന്ന് താഴ്ന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യം മനുഷ്യനെ കാണുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് 4-5 കാറും, ഗൺമാൻ, വാച്ച്മാൻ, അങ്ങനെ ഒത്തിരി ആൾക്കാരും കൂടെയുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ പിന്നീട് ഞാൻ കാണുമ്പോൾ ഒരു ചെറിയൊരു സ്കൂട്ടർ മാത്രമായിട്ട് വിശേഷിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വലിയ തകർച്ച. പക്ഷേ അദ്ദേഹം അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ഇത് കൊറോണ നാളുകളിൽ ഒത്തിരി പേർക്ക് ഇതുപോലുള്ള വ്യവസായ സംരംഭങ്ങളിൽ തകർച്ച നേരിട്ട ഒത്തിരി പേര് ഞാൻ കണ്ടുമുട്ടി. കൊറോണയ്ക്ക് ബിഫോർ കൊറോണ, ആഫ്റ്റർ കൊറോണ എന്ന് വിളിക്കാൻ തക്ക വിധം ബിസിനസ് ലോകം രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാവുന്ന വിധത്തിൽ ഒരു ചെറുകിട കച്ചവടക്കാരൻ തൻ്റെ കടയിൽ ഒരു ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പം ചിലവാകുമെന്ന് പ്രതീക്ഷിച്ച് സ്കൂൾ ബാഗുകൾ, ചെരുപ്പുകൾ, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് പഠന സാധനങ്ങളെല്ലാം ജൂണിലേക്ക് അദ്ദേഹം ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ചൊക്കെ ആയപ്പോൾ എല്ലാം കരുതി വെച്ച്, കട നിറച്ച് സാധനം കരുതി വെച്ചു. കൊറോണ വന്നത് ഒരു മാർച്ച് മാസം, ഏപ്രിൽ മാസം, ജൂൺ മാസം സ്കൂൾ തുറന്നില്ല. അദ്ദേഹം കരുതി കൂട്ടി വെച്ച ലക്ഷക്കണക്കിന് രൂപയുടെ ചെരുപ്പുകൾ, സ്കൂൾ ബാഗുകൾ, കുട, മറ്റ് പഠനോപകരണങ്ങളെല്ലാം 2 കൊല്ലം അവിടെ ഇരുന്ന് നശിച്ചുപോയി. കാരണം കുട്ടികൾ സ്കൂളിൽ പോകാത്തതുകൊണ്ട് ഇതൊന്നും ആവശ്യമായിട്ട് വന്നില്ല. ആ കടയിൽ പോയിരിക്കാനും ആ വ്യക്തിയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചു. അപ്പോൾ വിജയപരാജയങ്ങൾ ഉണ്ട് എന്നുള്ളത് വലിയൊരു സത്യം തന്നെയാണ്. പക്ഷേ
ചെറുതായിട്ട് തുടങ്ങുന്ന പ്ലാനിങ് രണ്ടും നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകണമല്ലോ അല്ലേ. അപ്പോൾ ചെറുതായിട്ട് തുടങ്ങുന്നതാണ് വൻകിടമായിട്ട് വളരാൻ നല്ലത്, തിരിച്ചാകുന്നതിനേക്കാളും നല്ലത്. ചില കേസിൽ മാത്രം ചില ഉൽപ്പന്നങ്ങൾ ചിലപ്പോൾ വലുതായിട്ട് തുടങ്ങേണ്ടതായിട്ട് വരാം, അത് വ്യത്യാസമുണ്ട്. ഒരു നല്ല തുടക്കം ബിസിനസ് സംരംഭത്തിന് അനിവാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അഖിലിൻ്റെ ഉദാഹരണത്തിലെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ അസംസ്കൃത സാധനം എന്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ: അഖിൽ തൻ്റെ ഉപഭോക്താക്കളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു, അവരോടൊപ്പം സമയം ചെലവഴിച്ചിരുന്നു, അവരെ കേൾക്കാനും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നു. അപ്പം ഒരു റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കിൽ. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അദ്ദേഹം 10ാം ക്ലാസ് വരെ പാസ്സായിട്ട് പോലും ഇല്ല, 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു ചാമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കോർ കോമ്പീറ്റൻസ് എന്നൊക്കെ നമ്മൾ പറയാമല്ലേ, പ്രധാനപ്പെട്ട ഒരു സിദ്ധിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഈ കോർ കോമ്പീറ്റൻസ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കോർ കോമ്പീറ്റൻസ് എന്താണെന്ന് വേണം. കോർ കോമ്പീറ്റൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം കൃത്യമായി എന്നിൽ ഞാൻ കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട സിദ്ധി എന്താണ്. അഖിലിനെ സംബന്ധിച്ചുള്ള റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്ന് പറഞ്ഞതുപോലെ എനിക്ക് പറ്റുന്നത് എന്താണ്, ഇത് കണ്ടെത്തുന്നതിലാണ് ടേക്ക് ഓഫിൻ്റെ പ്രസക്തി ഇരിക്കുന്നത്. അപ്പോൾ ക്ലിപ്തമായ ഉപഭോക്താക്കളാണോ ചെറിയ ഗ്രൂപ്പുകളെയാണ് അവരെയൊക്കെ കണ്ടെത്തുക. സംരംഭങ്ങൾ തുടങ്ങാൻ എളുപ്പമാണ് കേട്ടോ, നിലനിർത്താനാണ് പാട്. അപ്പോൾ ആ രീതിയിൽ ധാരാളം മത്സരങ്ങളുള്ള സ്ഥലം കൂടി ആയതുകൊണ്ട് ഒത്തിരി മത്സരമുള്ള മേഖലയാണ് അല്ലേ. അതുകൊണ്ട് കൂടി നമ്മൾ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കണം, വിപണിയെ നിരീക്ഷിക്കണം, ഉപഭോക്താക്കളെ നിരീക്ഷിക്കണം, അവരുടെ ആവശ്യങ്ങളനുസരിച്ച് ഉൽപ്പന്നത്തെ ക്രമീകരിക്കും. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു ബ്രാൻഡിങ് വേണം. ബ്രാൻഡിങ് എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? അതായത് ഇന്ന പ്രോഡക്റ്റ് ഇന്നതാണ്, ഇന്ന കമ്പനിയുടെ പ്രോഡക്റ്റ്, പേര് കേൾക്കുമ്പോൾ തന്നെ ആ ബ്രാൻഡ് നെയിം നമ്മുടെ മനസ്സിലേക്ക് വരുവാണ്. അവർക്കൊരു ക്വാളിറ്റി ഉണ്ട് അവരുടെ സാധനത്തിന്. ഈവനൊരു മരുന്ന് മേടിക്കുമ്പോൾ പോലും, പനിയുടെ മരുന്ന് മേടിക്കുമ്പം പോലും നമ്മൾ കമ്പനി നോക്കും, ഇന്ന കമ്പനിയാണ്, വിശ്വസിക്കാം. അതൊരു ബ്രാൻഡ് നെയിം സൃഷ്ടിക്കലാണ്. അപ്പോൾ ബ്രാൻഡിങ്ങും പിന്നെ ഇന്നത്തെ കാലഘട്ടം മുഴുവൻ ഓൺലൈൻ വ്യാപാരമാണല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ഓൺലൈൻ വ്യാപാരത്തിൻ്റെ സമയമായതുകൊണ്ട് ഓൺലൈനിൽ എങ്ങനെ എൻ്റെ പ്രോഡക്റ്റിനെ പ്ലേസ് ചെയ്യാം. എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്ന ഈ ദിവസങ്ങളിലെല്ലാം സ്ത്രീകൾ ധാരാളമായി വസ്ത്രങ്ങളുടെ ഓൺലൈൻ വ്യാപാരം തുടങ്ങുന്നതും അതിൻ്റെ ബ്രാൻഡിങ്ങും അതിൻ്റെ അവതരണവും എന്നും വീഡിയോ ഷൂട്ട് ചെയ്ത് ഇടുന്നതും ഒക്കെ കാണുമ്പോൾ ഞാൻ അവരിലെ ആ ഒരു സാമ്പത്തിക ചരിത്രം എന്ന് പറയുന്നതിനാൽ സാമ്പത്തിക ചരിത്രം മാറ്റി എഴുതാനുള്ള അവരുടെ ഒരു ആഗ്രഹവും അതിനുവേണ്ടിയുള്ളവരുടെ ഒരു ഡെഡിക്കേഷനൊക്കെ നമ്മൾ കാണുകയാണ് അല്ലേ. അപ്പോൾ ബ്രാൻഡിങ് ഉണ്ട്, ഓൺലൈൻ വ്യാപാരമുണ്ട്, പറ്റുമെങ്കിൽ അഖിലൊക്കെ ചെയ്തതുപോലെ വിദേശങ്ങളിലേക്കുള്ള വിപുലീകരണം ഉണ്ടാകാം, കൃത്യമായ പരസ്യം വെച്ചുകൊണ്ട് ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ അല്ലാതെ തന്നെ കൃത്യമായ പരസ്യം തുടങ്ങിയവ. ഇതിൻ്റെ ഇടയിൽ പുതിയ വിപണി കണ്ടെത്താം, പുതിയ ഏജൻസികൾ കണ്ടെത്താം, ഫ്രാഞ്ചൈസികൾ കണ്ടെത്താം, ജീവനക്കാരുമായിട്ടുള്ള അവലോകന മീറ്റിങ്ങുകൾ. ഈ നേരത്തെ ഞാൻ പറഞ്ഞ കോടീശ്വരനായ മുതലാളി പറയുന്നത് എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർ ഓൺലൈനിലോ ഓഫ്ലൈനിലോ എൻ്റെ ജീവനക്കാരുമായിട്ട് അവലോകന മീറ്റിംഗ് നടത്തും. എങ്ങനെയുണ്ട്, അവരിൽ നിന്ന് ഞാൻ കേൾക്കും, ഞാൻ അവരോട് പറയും. അത് വളരെ റിച്ച് എക്സ്പീരിയൻസ് ആയിട്ട് അദ്ദേഹം പറയുകയാണേ. അപ്പോൾ ചുറ്റുപാടുകളിൽ നിന്ന് ഉയരുന്ന നെഗറ്റീവ് ഊർജ്ജം ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഇതിനിടയിൽ നമ്മളെ തളർത്താൻ 1000 നാവുകളുണ്ടാകും. എന്താണ് തുടങ്ങിയിട്ട് എവിടെ നിൽക്കുന്നു, എന്ത് ചെയ്ത് ഇത്രയും കാലം കൊണ്ട് എന്തുണ്ടാക്കി, എന്തിന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് ഊർജ്ജം, നെഗറ്റീവ് എനർജി എന്നൊക്കെ നമ്മൾ പറയില്ല. നിഷേധാത്മക രീതിയിൽ നമ്മളോട് ഇടപെടുന്നവരൊക്കെ ഉണ്ട്. ഒന്നും ആയില്ലേ, നമ്മുടെ ആൾക്കാരുടെ നമുക്ക് മൂടിക്കെട്ടാൻ പറ്റത്തില്ലല്ലോ അല്ലേ. കഴിഞ്ഞ ദിവസം 28 വയസ്സായിട്ടും കല്യാണം നടക്കാത്തൊരു പെങ്കൊച്ചു വന്നിച്ച് പറയും, കല്യാണം നടക്കാത്തല്ല പ്രശ്നം, അവർക്കിങ്ങനെ 28 വയസ്സല്ലേ എന്നോട് ചോദിച്ചു, ഈസ് മാരേജ് ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ ഇൻ ലൈഫ് എന്ന് ചോദിച്ചിട്ടുണ്ടാകുന്നത്. ഞാൻ പറഞ്ഞ് ഇവരും പറയുന്നതുകൊണ്ട് കല്യാണം കഴിക്കേണ്ട, പക്ഷെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു മസ്റ്റായിട്ട് തോന്നേണ്ടത് ആവശ്യമാണ്. പിന്നെ ഇറ്റ്സ് അപ് ടു യു ഡിസൈഡ് ചെയ്യണം. പക്ഷേ ഇത് കഴിയുമ്പോൾ അടുത്ത ആൾക്കാർ അടുത്ത ചോദ്യം തുടങ്ങും, കല്യാണം കഴിയുമ്പോൾ അടുത്ത ചോദ്യം തുടങ്ങും, അടുത്ത ചോദ്യം ആൾക്കാർക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അവർ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ചുറ്റുപാടുകളിൽ നിന്ന് ഉയരുന്ന നെഗറ്റീവ് ഊർജ്ജം നമ്മളെ തളർത്താൻ അനുവദിക്കരുത്. എത്ര വർഷത്തെ അനുഭവം ഉണ്ടെന്നുള്ളതല്ല, ആ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന കരുത്താണ് പ്രധാനപ്പെട്ടത്. ഒരു സ്കില്ലിൻ്റെ കാര്യത്തിൽ എനിക്ക് എത്ര വർഷത്തെ പരിചയമുണ്ടെന്നുള്ളതല്ല, അത് തരുന്ന കരുത്തും അതുകൊണ്ട് നിന്ന് മുന്നോട്ട് കുതിച്ചു വരാനുള്ള ആവേശവും. ഓർക്കുക, നമുക്കൊരു യു ടേൺ എടുക്കാം. ഒരു ടേക്ക് ഓഫിന് സമയമായി.
സാമ്പത്തിക ചരിത്രം ഒന്ന് മാറ്റി എഴുതണ്ടേ? നിങ്ങളുടെ വ്യക്തിപരമായ, നിങ്ങളുടെ കുടുംബത്തിലെ സാമ്പത്തിക ചരിത്രം ഒന്ന് മാറ്റി എഴുതാൻ സമയമായി. വിമാനത്തിൽ നിന്ന് ചാടിയിട്ടല്ല പാരച്യൂട്ട് തുറക്കാൻ ശ്രമിക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ അതറിയുക, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടരുക. ഒരു ടേക്ക് ഓഫിന് സമയമായി. നന്ദി.